നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ 37ാമത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാസിനെ ഹാവിനെയും പറ്റിയാണ്. കഴിഞ്ഞ 2 ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഹാസിനെ ഹാവിനെയും പറ്റിയായിരുന്നു. ഇത് ഹാസിൻ്റെ ഹാവിൻ്റെ പാർട്ട് 3 എപ്പിസോഡാണ്. സോ കഴിഞ്ഞ 2 എപ്പിസോഡ് കാണാത്തവർ തീർച്ചയായിട്ടും കാണണം. അതിൽ നമ്മൾ ഹാസും ഹാവും തുടങ്ങിയിട്ടുണ്ട്. പേടിക്കേണ്ട, നമ്മൾ ഹാസിൻ്റെ എക്സാമ്പിൾ സെൻറ്റൻസ് വെച്ചാണ് തുടങ്ങിയേക്കുന്നത്. ഹാസ് നമ്മൾ കഴിഞ്ഞിട്ടില്ല. ഹാസിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഹാസിൻ്റെ എക്സാമ്പിൾ സെൻറ്റൻസുകളാണ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തു പോകുന്നത്. സോ നമ്മൾ എന്തുകൊണ്ടാണ് എക്സാമ്പിൾ സെൻറ്റൻസ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ആ സെൻറ്റൻസിലോട്ട് ഇറങ്ങി ചെല്ലാൻ വേണ്ടി നമുക്ക് എക്സസൈസ് മൂലമേ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കത്തുള്ളൂ. സോ അതുകൊണ്ടാണ് ഒരു ഗ്രാമാറ്റിക്കൽ ക്ലാസ്സിനെക്കാട്ടി നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത്. ഇതേപോലെ എക്സസൈസ് ചെയ്ത് എക്സാമ്പിൾ സെൻറ്റൻസ് എക്സസൈസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത്. സോ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ടോപ്പിക്കിലോട്ട് കയറാം. ഹാസ് ഹാവ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ കൂട്ട് ഹാസിൻ്റെ ഹാവിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ എനിക്കുണ്ട്, എൻ്റെ കൈവശമുള്ളത്, എനിക്കുള്ളത്, എന്തെങ്കിലും കാര്യത്തിലുള്ളത്, അതുപോലെ എൻ്റെ ഫീലിങ്സിലുള്ളത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉള്ളത്, അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൺഫേമായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും, അതേപോലെ ഒരു ദിവസം നമ്മൾ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളൊക്കെ ഇല്ലേ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും, അതേപോലെ നമുക്കുറപ്പുള്ള കാര്യങ്ങൾ റിയാലിറ്റിയിൽ നമുക്കുറപ്പുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനുമായിട്ടാണ് ഹാസും ഹാവും യൂസ് ചെയ്യുന്നത്. അതും പ്രസൻറ്റ് ടെൻസിൽ. പ്രസൻറ്റ് ടെൻസ് എന്ന് വെച്ചാൽ അറിയാലോ, നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ. ഞാനിപ്പം സംസാരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതായത് നമ്മൾ ഫേസ് ചെയ്യുന്ന കാലഘട്ടം, ലൈവായിട്ടുള്ള കാലഘട്ടത്തെയാണ് പ്രസൻറ്റ് ടെൻസ് മലയാളത്തിൽ വർത്തമാന കാലഘട്ടം എന്ന് പറയുന്നത്. സോ അതിൻ്റെ കാലവും അതിൻ്റെ അർത്ഥവും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് ഡയറക്റ്റ് എക്സാമ്പിളോട്ട് കയറാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പിടികിട്ടും. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് കയറാം. അപ്പോൾ നമ്മൾ ഹാസിൻ്റെ ഹാവിൻ്റെ ആശയം സെയിം തന്നെയാണ്. എന്തൊക്കെയാണ്? എനിക്കുള്ളത്, എൻ്റെ കൈവശമുള്ളത്, എനിക്കുണ്ട്, എന്തെങ്കിലും കാര്യത്തിലുള്ളത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉള്ളത്, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, യാഥാർത്ഥ്യമായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. എക്സാമ്പിൾ, ഒരു മഴ പെയ്തു എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യമാണ്, നമ്മൾ കണ്ട കാര്യമാണ്. അങ്ങനെ ഒരു മഴ പെയ്തു എന്ന് പറയുന്നതിന്, അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നതിന്, നമ്മൾ ഡെയിലി കണ്ട കാര്യങ്ങൾ പറയുന്നതിനൊക്കെയാണ് നമ്മൾ ഹാസും ഹാവും യൂസ് ചെയ്യുന്നത്. സോ ഹാസും ഹാവും യൂസ് ചെയ്യുന്നതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ കൂട്ട് ഹാസ് നമ്മൾ സബ്ജക്റ്റ് ചെയ്യുന്ന ആൾ ഒരാളാണെങ്കിലാണ് നമ്മൾ ഹാസ് ഉപയോഗിക്കുന്നത്. സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന കൂട്ട് ഹീ, ഷീ, ഇറ്റ് എന്നിവ സബ്ജക്റ്റായി വരുമ്പോൾ ഹാസും, വി, ദേ, യു എന്നിവ വരുമ്പോൾ ഹാവും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഐയും ഹാവിൻ്റെ കൂടെയാണ്. ഐ ആക്ച്വലി ഏകവചനമാണ്, ഒരാളെയാണ് സൂചിപ്പിക്കുന്നത്, ഞാനെന്നാണ്. പക്ഷേ അത് ഹാസിൻ്റെ കൂടെ അല്ല യൂസ് ചെയ്യുന്നത്, ഹാവിൻ്റെ കൂടാണ്. അത് ഓർത്ത് വെച്ചിരിക്കുക. അതേ ഉള്ളൊരു ഡിഫറൻസ്, ഒരു കൺഫ്യൂസ് ആയിട്ട് വരുന്നത്. പക്ഷേ നമുക്ക് പേടിക്കേണ്ടത്, നിങ്ങൾ ഒരിക്കലും കൺഫ്യൂസ് ആകത്തില്ല. നമ്മൾ എക്സാമ്പിൾ സെൻറ്റൻസിൽ ഇന്നേ വരെ ഐയുടെ കൂടെ നമ്മൾ ഹാസ് ചേർത്ത് ആരും ഇംഗ്ലീഷ് സംസാരിച്ചിട്ടില്ല. സോ തെറ്റിപ്പോകത്തില്ല. ഇതോർത്ത് വെച്ചില്ലെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഐയുടെ കൂടെ ഹാവേ ചേർക്കത്തുള്ളൂ. കാരണം നമ്മൾ അങ്ങനെയാണ് ആ ഭാഷ ശീലിച്ച് വന്നത്. സോ ഡോണ്ട് വെറി. ഇങ്ങനെ ഗ്രാമാറ്റിക്കൽ സെക്ഷൻ പറയുമ്പോൾ പേടിക്കരുത്. നമ്മൾ ഓൾറെഡി നമുക്ക് പല ഗ്രാമറും അറിയാം, പക്ഷേ ആ ഗ്രാമർ വേർഡുകൾ അറിയത്തില്ലെന്നേ ഉള്ളൂ. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സംസാരങ്ങൾ തന്നെയാണ് ഈ ഗ്രാമർ എന്ന് പറയുന്നത്. സോ ഇടയ്ക്ക് അതുകൊണ്ട് ഗ്രാമർ വേർഡ് ഞാൻ ഇടയ്ക്ക് പറയുമ്പോൾ പേടിക്കരുത്. ജസ്റ്റ് കേട്ട് വിട്ടു പോവുക. വാക്കുകളുമായിട്ടും സെൻറ്റൻസുകളുമായിട്ട് അതായത് ഫെമിലൈസ് ആകാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ അത് കേട്ട് ശീലമാകാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് പിന്നീട് നമ്മൾ ഗ്രാമർ സെക്ഷനൊക്കെ എടുക്കുമ്പോൾ ഉപകാരപ്പെടും. സോ നമുക്ക് ഡയറക്റ്റ് എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് കയറാം. അപ്പോൾ ഇന്നത്തെ ഒന്നാമത്തെ എക്സാമ്പിൾ സെൻറ്റൻസ്, ഹി ഹാസ് ദ എബിലിറ്റി ടു ഡു ദ വർക്ക്. ഒന്നാമത്തെ എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കിക്കോളൂ. ഇന്ന് നമ്മൾ ഹാസിൻ്റെയാണ് തുടങ്ങിയിരിക്കുന്നത്. ഹി ഹാസ് ദ എബിലിറ്റി ടു ഡു ദ വർക്ക് എന്ന് വെച്ചാൽ അവന് ആ വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഹി ഹാസ് ദ എബിലിറ്റി ടു ഡു ദ വർക്ക്. അവൻ ആ വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെന്ന് ഒരാളിങ്ങനെ പറയുമോ? അതായത് ഇപ്പം നമ്മുടെ ഓഫീസിലൊക്കെയാണ് നമ്മൾ പറയുന്നത്, ഇന്ന ആളെ ചൂണ്ടിക്കാണിച്ച് പറയുക, ഓ അവൻ ആ വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. സെയിം ആശയമാണ് ഈ സെൻറ്റൻസിനും. ഹി ഹാസ് ദ എബിലിറ്റി ടു ഡു ദ വർക്ക്. അവൻ ആ വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. എബിലിറ്റി എന്ന് വെച്ചാൽ കഴിവെന്നാണ് അർത്ഥം. അതേപോലെ ഇവിടെ ഹാസ് വന്നത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഹി വന്നുകൊണ്ടാണ് ഹാസ് വന്നത്. പിന്നെ ഉണ്ട് എന്നൊരാശയം കൊടുക്കാനും കൂടിയാണ് ഹാസ് വന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഹി ഹാസ് ദ എബിലിറ്റി ടു ഡു ദ വർക്ക്. അവൻ ആ വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ സംസാരിക്കുന്ന ഒരു നോർമൽ സെൻറ്റൻസ് ആണത്. അപ്പോൾ അതിൽ ഞാൻ ചെറിയൊരു ജസ്റ്റ് എന്ന് പറയാം. ടു ഡു എന്ന് കണ്ടോ? ടു ഡു എന്ന് പറയുന്ന ആശയം എന്ന് വെച്ചാൽ അത് ചെയ്യാനുള്ള ആ ഒരു ഫ്ലോ ഉണ്ടോ, ആ ഫ്ലോ വരാൻ വേണ്ടിയിട്ടാണ് ടു ഡൂവും കൂടെ നമ്മൾ ചേർത്തേക്കുന്നത്. ചെയ്യാനുള്ള ആ എബിലിറ്റി ഉണ്ടെന്ന് പറയാനുള്ള ആശയം കൊടുക്കാൻ വേണ്ടി ടു ഡു വന്നേക്കുന്നത്.
സോ ജസ്റ്റ് നമ്മളിങ്ങനെ പറഞ്ഞു പോകും, ഇംഗ്ലീഷുമായിട്ട് കുറച്ചുകൂടെ ഫെമിനൈസർ ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ പിടി കിട്ടും. മറ്റുള്ള സെൻറ്റൻസുകൾ എടുക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ അതിനകത്തോട്ട് ഇറങ്ങിച്ചെല്ലും. പിന്നീടുള്ള എക്സാമ്പിളൊക്കെ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നും. സോ അപ്പോൾ ഈ എക്സാമ്പിളിൻ്റെ അർത്ഥം ഹി ഹാസ് ദ എബിലിറ്റി ടു ഡൂ ദ വർക്ക്, അവൻ ആ വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് എന്നാണ് ഈ സെൻറ്റൻസ് അർത്ഥമാക്കുന്നത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. ഇതേപോലത്തെ ഒന്നാണ്, ദിസ് മെഡിസിൻ ഹാസ് നോ സൈഡ് എഫക്റ്റ്. ദിസ് മെഡിസിൻ ഹാസ് നോ സൈഡ് എഫക്റ്റ്. നമ്മൾ സാധാരണ മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് വാങ്ങാൻ പോകുമല്ലോ. അപ്പോൾ നമ്മൾ മരുന്ന് വാങ്ങിക്കുമ്പോൾ നമ്മൾ ചോദിക്കും, ഈ മെഡിസിന് വല്ല സൈഡ് എഫക്റ്റ് ഉണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ഡോക്ടറിനോട് ചോദിക്കും, ഡോക്ടറെ ഈ മെഡിസിൻ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ നമ്മൾ ചോദിക്കത്തില്ലേ നമ്മുടെ മരുന്നിന്. അപ്പോൾ തിരിച്ച് റീപ്ലൈ പറയുന്നതാണ്, ഈ മരുന്നിന് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല എന്നൊരു റീപ്ലൈ ആണത്. ദിസ് മെഡിസിൻ ഹാസ് നോ സൈഡ് എഫക്റ്റ്. ഈ മെഡിസിന് ഒരു സൈഡ് എഫക്റ്റും ഇല്ല എന്നാണ് ആ സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെഡിസിൻ, ഒരു മരുന്നിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് അവിടെ ഹാസ് വന്നത്. പേടിക്കേണ്ട, ഒരു മരുന്നിനെ പറ്റി ചോദിച്ചുകൊണ്ടാണ് ഹാസ് വന്നത്. ദിസ് മെഡിസിൻ ഹാസ് നോ സൈഡ് എഫക്റ്റ്. ഈ മരുന്നിന് ഒരു സൈഡ് എഫക്റ്റും ഇല്ല എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊരു കൺഫേം സെൻറ്റൻസ് ആണ്. ഇതിന് ഒരു സൈഡ് എഫക്റ്റും ഇല്ല, അത് ഷുവർട്ടി ഉള്ള കാര്യം. ഞാൻ പറഞ്ഞായിരുന്നു, കൺഫേം ആയിട്ടുള്ള കാര്യം, നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനും ഹാസ് ഉപയോഗിക്കും. ദിസ് മെഡിസിൻ ഹാസ് നോ സൈഡ് എഫക്റ്റ്. ഇതിനൊരു സൈഡ് എഫക്റ്റും ഇല്ല. അപ്പോൾ ഹാസിൻ്റെ വേറൊരു ആശയം കണ്ടല്ലോ, അതായത് ഉറപ്പുള്ള കാര്യങ്ങൾ അതിന് നമ്മൾ ഇംഗ്ലീഷിൽ, അത് ഞാൻ പിന്നെ പറയാം, അതിൻ്റെ ഗ്രാമാറ്റിക് സെക്ഷൻ പിന്നെ പറയാം. ഇപ്പം അത് മനസ്സിലായല്ലോ. ഇത്രയും സിമ്പിൾ സെൻറ്റൻസ് നമ്മൾ ഗ്രാമർ കയറ്റി തിങ്ക് ആക്കണ്ട. സോ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഡെയിലി സംസാരിക്കുന്ന ടോക്കാണ്. ദിസ് മെഡിസിൻ ഹാസ് നോ സൈഡ് എഫക്റ്റ്. ഇതിനൊരു സൈഡ് എഫക്റ്റും ഇല്ല എന്ന ഉറപ്പുള്ള ആ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഹാസ് തന്നേക്കുന്നത്. അത്രയേ ഉള്ളൂ, അത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ബാക്കി നമ്മൾ ഗ്രാമർ സെക്ഷൻ നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ ചെറിയ അതായത് ഗ്രാമർ വെച്ച് നമ്മൾ കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസുകൾ നമ്മൾ നോക്കുന്നതായിരിക്കും. ഗ്രാമർ പറഞ്ഞിട്ട് സംഭവം എല്ലാം ഡെയിലി ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളാണ്. വളരെ സിമ്പിളാണ്. നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോയി, ഇതായിരുന്നോ ഗ്രാമർ, അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു പോകും. സോ അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ദിസ് മെഡിസിൻ ഹാസ് നോ സൈഡ് എഫക്റ്റ്. ഈ മെഡിസിന് ഒരു സൈഡ് എഫക്റ്റും ഇല്ല എന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഹാസ് എന്തുകൊണ്ടാണ് വന്നതെന്ന്, മെഡിസിൻ വന്നുകൊണ്ടാണ്, ഒരു മരുന്നിനെ പറ്റി ചോദിച്ചതുകൊണ്ട് മാത്രമാണ് വന്നത്. സോ നമുക്ക് അടുത്ത എക്സാമ്പിളിലോട്ട് പോകാം. ഹി ഹാസ് എ ബോട്ടിൽ ഓഫ് മിൽക്ക് എവരി മോർണിംഗ്. ഞാനിപ്പോൾ പറയുന്ന സെൻറ്റൻസിൽ ഹാസിന് ഞാൻ ഇതുവരെ പറഞ്ഞായിട്ട് ഒരു അർത്ഥവുമില്ല. നോക്കിക്കോണം, ഇതൊരു പുതിയൊരാശയമാണ്. നമ്മൾ തന്നെ ഊഹിച്ചെടുത്തോണം ഇതിൻ്റെ ആശയം. ഇതിന് ഞാൻ പറഞ്ഞ അർത്ഥം, ഞാൻ തുടക്കം പറഞ്ഞ ഒരർത്ഥവും ഈ ഹാസിനില്ല. ഹി ഹാസ് എ ബോട്ടിൽ ഓഫ് മിൽക്ക് എവരി മോർണിംഗ്. ഹി ഹാസ് എ ബോട്ടിൽ ഓഫ് മിൽക്ക് എവരി മോർണിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ അവൻ ഒരു ഗ്ലാസ് പാൽ അല്ലെങ്കിൽ ഒരു ബോട്ടിൽ ഓഫ് മിൽക്ക് കുടിക്കാറുണ്ടെന്നാണ് അർത്ഥം. ഹി ഹാസ് എ ബോട്ടിൽ ഓഫ് മിൽക്ക് എവരി മോർണിംഗ്. എവരി എന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാവിലെ നിന്നാണ് എവരി മോർണിംഗ് എന്ന്. ബോട്ടിൽ ഓഫ് മിൽക്ക് അറിയാമല്ലോ, ബോട്ടിൽ ഓഫ് മിൽക്ക് ഒരു കുപ്പി പാൽ. ഹി ഹാസ് എ ബോട്ടിൽ ഓഫ് മിൽക്ക് എവരി മോർണിംഗ്. അവൻ എല്ലാ ദിവസവും പാൽ കുടിക്കാറുണ്ടെന്നാണ്, എല്ലാ ദിവസവും രാവിലെ പാൽ കുടിക്കാറുണ്ടെന്നാണ് ആ സെൻറ്റൻസ് കൊണ്ട് ആശയമാക്കുന്നത്. പക്ഷേ അവിടെ കുടിക്കാറുണ്ടെന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടില്ല. കുടിക്കാറുണ്ടെന്ന് അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടില്ല. ആ ഹാസ് കൊണ്ട് നമ്മൾ ഊഹിച്ചെടുത്തോണം. അതാണ് ഇവിടെ ഹാസിൻ്റെ പ്രയോഗം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്നാ പാടാ ഇംഗ്ലീഷ് എന്ന്. അങ്ങനെ ഒരു പാടുമില്ല. ഇത് നമുക്ക് പാടായിട്ട് ഇത് നിങ്ങളൊരു നമ്മൾ മനസ്സിലാക്കണം, ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതാണ് ഒരു ഭാഷ എന്ന് പറയുന്നത്. നമ്മൾ മലയാളം പല കാര്യങ്ങൾ നമ്മൾ ചെറിയ വേർഡ് നമ്മൾ സംസാരിക്കാറില്ലേ, മറ്റുള്ളവരെ ഊഹിച്ചെടുത്തോണം. അങ്ങനത്തെ മലയാള ഭാഷകളാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. പല നാട്ടിൽ ചെന്നാൽ പല രീതിയിലാണ് മലയാള ഭാഷ യൂസ് ചെയ്യുന്നത്. അതേപോലെയുള്ള ഇംഗ്ലീഷും ഹി ഹാസ് എ ബോട്ടിൽ ഓഫ് മിൽക്ക് എവരി മോർണിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി നമ്മൾ ഇംഗ്ലീഷ് നേറ്റീവ് സ്പീക്കേഴ്സുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ ആശയത്തിലൂടെ നമ്മൾ ഇറങ്ങി വരും. സോ ഇപ്പം നമുക്ക് നേറ്റീവ് സ്പീക്കേഴ്സ് നമ്മുടെ അടുത്തില്ലാത്തത് കൊണ്ട് നിങ്ങൾ പുറത്ത് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നേറ്റീവ് സ്പീക്കേഴ്സുമായിട്ട് നിങ്ങൾ സംസാരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ആശയത്തിലോട്ട് അറ്റാച്ച് ആകാൻ പറ്റും. സോ ഇവിടുത്തെ അതേപോലത്തെ ഒരു നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നൊരു സെൻറ്റൻസുകളാണ് ഇതൊക്കെ. ഹി ഹാസ് എ ബോട്ടിൽ ഓഫ് മിൽക്ക് എവരി മോർണിംഗ്, അതായത് എല്ലാ ദിവസവും രാവിലെ അവൻ പാല് കുടിക്കും എന്നൊരു ആശയമാണ് ആ ഹാസ് കൊണ്ട്. കുടിക്കും എന്നുള്ള ആശയം കൊണ്ടുവരാനാണ് ഇവിടെ ഹാസ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഹാസ് എല്ലാ ദിവസവും പാല് കുടിക്കാറുണ്ട് എന്ന ആശയം കൊണ്ടുവരാൻ വേണ്ടിയാണ് ഹാസ് വന്നത്. ഹി വന്നുകൊണ്ട് കൂടിയാണ് അവിടെ ഹാസ് വന്നത്. അപ്പോൾ ഹാസിൻ്റെ ആ പ്രയോഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെ ഹാവിനും ഉണ്ട് പ്രയോഗം. നമുക്ക് ജസ്റ്റ് വേണേൽ അവിടെ ദേ ഹാവെന്ന് യൂസ് ചെയ്താൽ സെയിം ആശയം തന്നെയാണ് വരുന്നത്. അവർ കുടിക്കാറുണ്ടെന്നാവും. ദേ വന്നുകൊണ്ട് ഹാവ് വന്നു. ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആശയം പിടിയിട്ടെന്ന് വിചാരിക്കും, നമ്മൾ ഊഹിച്ചെടുത്തോണം സംഭവം എന്താണ്.
അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പ്രഷനെ കൊണ്ടുവരാൻ വേണ്ടി ഹാസും ഹാവ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അങ്ങനത്തെ സെൻറ്റൻസുകൾ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. പല സന്ദർഭം, സിറ്റുവേഷൻ, കോൺവെർസേഷനുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പേടിക്കേണ്ട, നമ്മൾ അതിലോട്ട് പോകും, ഡോണ്ട് വറി. സോ അതേപോലത്തെ ഒരു അടുത്ത സെൻറ്റൻസ് ആണ് നെക്സ്റ്റ്. ഹി ഹാസ് ഹിസ് ഹെയർ കട്ട് എവരി മന്ത്. ഹി ഹാസ് ഹിസ് ഹെയർ കട്ട് എവരി മന്ത് അല്ല, ഹി ഹാസ് ഹിസ് ഹെയർ കട്ട് വൺസ് എ മന്ത്. വൺസ് എ മന്ത് എന്ന് വെച്ചാൽ ഇതും അതേപോലത്തെ ആശയമാണ്. അവൻ എല്ലാ മാസവും മുടി വെട്ടാറുണ്ടെന്നാണ് ആ സെൻറ്റൻസ് ഉദ്ദേശിക്കുന്നത്. ഹി ഹാസ് ഹിസ് ഹെയർ കട്ട് വൺസ് എ മന്ത്. എല്ലാ മാസവും നമ്മൾ പറയത്തില്ലേ, നമ്മുടെ സഹോദരൻ അവൻ എല്ലാ മാസവും മുടി വെട്ടാറുണ്ടെന്ന് നമ്മൾ പറയത്തില്ല. ഹി ഹാസ് എ ഹെയർ കട്ട് വൺസ് എ മന്ത്. അവന് മാസത്തിലൊരിക്കൽ മുടി വെട്ടാറുണ്ടെന്ന് പറയത്തില്ല. ആ സെയിം ആശയമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹി ഹാസ് ഹിസ് ഹെയർ കട്ട് വൺസ് എ മന്ത്. അവൻ എല്ലാ മാസത്തിലൊരിക്കൽ അവൻ മുടി വെട്ടാറുണ്ട് എന്നാണ് ആ സെൻറ്റൻസ് കൊണ്ട് ആശയമാക്കുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ ഹാസിൻ്റെ അർത്ഥം കണ്ടല്ലോ. ഹി ഹാസ് ഹിസ് ഹെയർ കട്ട്. ആ ഹാസിൽ തന്നെ എല്ലാം ഉണ്ട്. നമ്മൾ ഊഹിച്ചെടുത്തോണം അതായത് എല്ലാ മാസവും അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ അപ്പോൾ മുടി വെട്ടാറുണ്ടെന്ന ഹാസിൽ നമ്മൾ ഊഹിച്ചെടുത്തോണം. നമ്മൾ ജസ്റ്റ് ഹെയർ കട്ട് വൺസ് എ മന്ത് എന്ന് മാത്രമേ ആ സെൻറ്റൻസിൽ നമ്മൾ ചേർത്തിട്ടുള്ളൂ. ഹെയർ കട്ട് എന്ന് വെച്ചാൽ മുടി വെട്ടുമോ, വൺസ് എ മന്ത് എന്ന് മാസത്തിലൊരിക്കലിനെ കേട്ടിട്ടുള്ളൂ. ആ ഹാസിൽ നമ്മൾ ഈ ആശയം നമ്മൾ ചേർത്തെടുത്തോണം, നമ്മൾ ഊഹിച്ചെടുത്തോണം. അപ്പോൾ അതിൻ്റെ ആശയം വന്നത് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഹി ഹാസ് ഹിസ് ഹെയർ കട്ട് വൺസ് എ മന്ത്. അപ്പോൾ അങ്ങനെയാണ് ആ സെൻറ്റൻസിൻ്റെ ആശയം. അപ്പോൾ നിങ്ങൾക്ക് ഹാസിൻ്റെ കുറച്ച് എക്സ്പ്രഷൻസ് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഹാസ് എങ്ങനെ ഒരു സെൻറ്റൻസിൽ ഒരു കംപ്ലീറ്റ് ആശയം കൊടുക്കുന്നത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ ഒരുപാട് സെൻറ്റൻസുകളുണ്ട്. സോ നമ്മൾ ഹാസ് തീർന്നിട്ടില്ല. നമ്മൾ ഹാസ് നെക്സ്റ്റ് എപ്പിസോഡിലും കവർ ചെയ്യുന്നതായിരിക്കും. മാക്സിമം ഞാൻ കുറച്ചുകൂടെ സ്പീഡിൽ എപ്പിസോഡ് ഞാൻ ഹാസിൻ്റെ ഇടാൻ ശ്രമിക്കാം. ഞാൻ ഇടുന്നതായിരിക്കും. നമുക്ക് ആ ഫ്ലോ കിട്ടാൻ വേണ്ടി, ടൈം ഔട്ട് ആകാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ ഹാസിൻ്റെ മോർ എക്സാമ്പിൾസുമായിട്ട് ഞാൻ തീർച്ചയായിട്ടും എടുക്കുന്നതായിരിക്കും. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.